എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ ഒരു 2-3 പാരന്റ്സ് എങ്കിലും എന്നോട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കേണ്ടായി. അവരെല്ലാവരും വന്നത് ഒരു 10-11 വയസ്സുള്ള പെൺകുട്ടികളെ കൊണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രശ്നം ഇതാണ്: പെൺകുട്ടികൾക്ക് ശരീര വളർച്ച തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവും. അതായത് ആദ്യത്തെ പീരീഡ്സ് അഥവാ മെനാർക്കി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകും. അപ്പോൾ ഈ ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത് ഒന്ന് നീട്ടിവെക്കാൻ അല്ലെങ്കിൽ കുറച്ചു കാലം കൂടി തള്ളി നീക്കാൻ എന്തെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചോദിച്ച ഈ ആളുകൾ വന്ന് ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളൊരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ, ഇങ്ങനെ കുട്ടികളുടെ പീരീഡ്സ് നീട്ടിവെപ്പിക്കാനുള്ള മരുന്നുണ്ട്, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഹൈറ്റ് വെക്കും, പീരീഡ്സ് നീട്ടിക്കിട്ടും എന്നൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ കാലത്തെ കുറച്ച് 10-20 വർഷങ്ങൾക്ക് മുമ്പ് പെൺകുട്ടികൾക്ക് ആദ്യത്തെ പീരീഡ്സ് ആവുന്നത് ഒരു 13 വയസ്സ്, 14 വയസ്സ്, ഒരു 12 വയസ്സിന് ശേഷമായിരുന്നു. എന്നാൽ ഇന്ന് അത് കുറച്ച് നേരത്തെ ആയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, 10, 11, 12 വയസ്സിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് പീരീഡ്സ് ആവുന്നത് കാണുന്നുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ അതിന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാ കുട്ടികളുടെയും പീരീഡ്സ് നീട്ടിവെപ്പിക്കാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ മരുന്ന് അവൈലബിൾ ആണ് പീരീഡ്സ് നീട്ടാനുള്ളത്. പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കാനുള്ള ഒരു മരുന്നല്ല. അപ്പോൾ പലരും പറഞ്ഞ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ വീഡിയോയിലൂടെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുട്ടികളുടെ പീരീഡ്സ് നീട്ടാനുള്ള ഒരു സിമ്പിൾ മരുന്ന്. അപ്പോൾ എല്ലാവർക്കും അത് താല്പര്യമാണ്. കാരണം ആർക്കാണ് കുട്ടി 10 വയസ്സിലും 11 വയസ്സിലും, അതായത് കുഞ്ഞു കുട്ടികൾ തന്നെ പീരീഡ്സ് ആകുമ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ടെൻഷനാണ്. കാരണം ഒന്നാമത്തെ കാര്യം, പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഫൈനൽ ഹൈറ്റ്, നമ്മുടെ എല്ലാ കുട്ടികളുടെയും ഹൈറ്റ് എന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മിഡ് പാരന്റൽ ഹൈറ്റിന്റെ ഒരു ആവറേജ് ആണ്. അപ്പോൾ ആ ഫൈനൽ ഹൈറ്റ് എത്തുന്നത് അവർക്ക് പലപ്പോഴും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. അതിനേക്കാൾ ഉപരി അവർക്ക് ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഒക്കെ ഉണ്ടാവുന്ന, അതായത് കുട്ടികൾക്ക് ഒരു ഇരുത്തം വരുന്നതിന് മുമ്പേ, മെച്യൂരിറ്റി ആവുന്നതിന് മുമ്പ് തന്നെ പീരീഡ്സ് ആവുമ്പോൾ അവരത് പല രീതിയിൽ സൈക്കോളജിക്കലിയും ബാധിക്കും. അപ്പോൾ എല്ലാ അച്ഛനന്മാരുടെയും താല്പര്യം കുറച്ചൊന്നങ്ങ് നീട്ടി കിട്ടിയാൽ നന്നായിരുന്നു, കുട്ടിക്കൊരു പക്വതയൊക്കെ വന്ന് ഇതൊക്കെ ഒന്നും ഡീൽ ചെയ്യാനുള്ള ഒരു പ്രായമായി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് എല്ലാ അച്ഛനന്മാരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, പീരീഡ്സ് നീട്ടാനുള്ള മരുന്ന് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ അത് എല്ലാ കുട്ടികൾക്കും കൊടുക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ മരുന്ന് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എന്താണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് നിങ്ങൾ അറിയണം. പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സിന് മുന്നേ തന്നെ ഇത്തരത്തിൽ പീരീഡ്സ് ആവുന്നതിനെയാണ് നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, അതായത് നേരത്തെ വരുന്ന പ്യൂബർട്ടി. സാധാരണ രീതിയിൽ എന്താണ് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ, 8 വയസ്സിന് മുമ്പേ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ഒരു പെൺകുട്ടിയുടെ പ്യൂബർട്ടൽ ചേഞ്ചസിൽ ആദ്യം ഉണ്ടാവുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് അവരുടെ മാറിടത്തിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് ആണ്. അതിനെ നമ്മൾ തിലാക്കി എന്ന് പറയും. അത് 8 വയസ്സിന് മുമ്പ് സംഭവിച്ചാൽ അതിനെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആയിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ 9 വയസ്സിന് മുമ്പ് തന്നെ പീരീഡ്സ് ആയാൽ അതിനെ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആയിട്ട് കണക്കാക്കണം. അല്ലെങ്കിൽ തിലാക്കി അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെന്റിനും മെനാർക്കി അഥവാ ആദ്യത്തെ പീരീഡ്സിനും ഇടയിലുള്ള സമയം 1 വർഷത്തിൽ താഴെയാണെങ്കിലും അതിനെ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന പ്യൂബർട്ടൽ ചേഞ്ചസിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് തിലാർക്കിയാണ് അഥവാ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. അത് കഴിഞ്ഞ് പ്യൂബിക് ഹെയറുകൾ വരും, അതായത് കക്ഷത്തില് പ്യൂബിക് ഏരിയ, പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഹെയർ വരും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ചേഞ്ച് ആണ് മെനാർക്കി അഥവാ ആദ്യത്തെ പീരീഡ്സ്. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ളൊരു യാത്രയാണ് പെൺകുട്ടികളുടെ പ്യൂബർട്ടൽ ചേഞ്ചസ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 8 വയസ്സിന് മുമ്പേ തിലാർക്കി, 9 വയസ്സിന് മുമ്പേ മെനാർക്കി, രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് 1 വർഷത്തിൽ താഴെ. അപ്പോൾ ഇങ്ങനെ ധാരാളം കുട്ടികൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ശതമാനം കേസുകളിൽ പലപ്പോഴും ഇതൊക്കെ ഹോർമോൺസിന്റെ കളിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളിലുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഇത്തരത്തിൽ കുട്ടികൾക്ക് വളരെ നേരത്തെ ഏജിൽ തന്നെ പ്യൂബർട്ടൽ ചേഞ്ചസ് കാണാറുണ്ട്. നിങ്ങൾക്കറിയോ, ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലൊക്കെയുള്ള ചില ട്യൂമറുകളിൽ 1, 2, 3 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പീരീഡ്സ് വരാറുണ്ട്. അത് വളരെ അബ്നോർമലാണ്. അപ്പോൾ അതും പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയാണ്. അപ്പോൾ ഒരു ചെറിയ ശതമാനം കേസുകളിലൊക്കെ നമുക്ക് അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഒരു 6 വയസ്സിനും 8 വയസ്സിനും ഇടയിലുള്ള കേസുകൾ, അത് അധികവും 80% കാരണങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടില്ല, ഇഡിയോപ്പതിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പീരീഡ്സ് നീട്ടാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ എന്തിനാണ് അങ്ങനെയുള്ള കുട്ടികളിൽ പീരീഡ്സ് നീട്ടാനുള്ള മരുന്ന് കൊടുക്കുന്നത്? അത് മെയിൻ ആയിട്ട് അവരുടെ ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആവാതിരിക്കാനാണ്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പീരീഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് പലപ്പോഴും അവർക്ക് അവരുടെ ടാർഗറ്റ് ഹൈറ്റ് എന്ന് പറയും, അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ടാർഗറ്റ് ഹൈറ്റിലേക്ക് പലപ്പോഴും അവർക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര ഷോർട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ 6 വയസ്സിന് ശേഷം പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയിലേക്ക് കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുട്ടികളിൽ അവരുടെ ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിൽ പീഡിയാട്രിക് എൻഡോക്രിനോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കാവുന്നതാണ്. പലരും വിചാരിക്കുന്ന പോലെ ഈ മരുന്നുകൾക്ക് വലിയ സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ മരുന്ന് എപ്പോൾ നിർത്തണം എന്ന് ചോദിച്ചാൽ, ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്
കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോൾ അവർക്കൊരു ടാർഗറ്റ് ഹൈറ്റ്, അവർ വിചാരിക്കുന്ന ഹൈറ്റിലേക്ക് എത്തിയെന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് ഈ മരുന്ന് നിർത്താം. ഈ മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണത്തെ പോലെ തന്നെ ബാക്കി പിവട്ടൽ ചേഞ്ചസ് അവരിൽ സംഭവിക്കും. ഒരു പോയിന്റിൽ അവർക്ക് പീരീഡ്സും ഉണ്ടാവും. അപ്പോൾ ഈ മരുന്ന് വേറെ രീതിയിലൊന്നും അവരെ അഫക്റ്റ് ചെയ്യുന്നില്ല. വേറൊരു കാര്യം കൂടി, വേറെ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം ഇതിനു മുന്നേ? ഞാൻ പറഞ്ഞല്ലോ, പ്രിക്കോഷ്യസ് പ്യൂബർട്ടിക്ക് ധാരാളം പ്രശ്നങ്ങളുള്ള കാരണങ്ങളും ഉണ്ട്. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ട്യൂമറുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയുടെ ക്രൈറ്റീരിയയിൽ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർ ദയവ് ചെയ്ത് പോയിട്ട് ഒരു പീഡിയാട്രിക് എൻഡോക്രൈനോളജി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെങ്കിലും കാണിക്കണം. അപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ അവർ ചെയ്യും? നമ്മൾ ആ കുട്ടിയുടെ ഹൈറ്റ് അസസ് ചെയ്യും, ബോൺ ഏജ് അസസ് ചെയ്യും, അതുപോലെ തന്നെ ആ കുട്ടിയുടെ തലച്ചോറിൻ്റെയൊക്കെ സ്കാൻ എടുത്ത് നോക്കും, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയൊക്കെ പ്രോപ്പർ ആയിട്ടാണോ, ഹോർമോണൽ ടെസ്റ്റുകൾ നടത്തും. അതുപോലെ എൻഡോമെട്രൽ തിക്നെസ്, വയറിൻ്റെയൊക്കെ സ്കാൻ എടുത്ത് നോക്കി യൂട്രസിൻ്റെ അവസ്ഥയും എൻഡോമെട്രൽ തിക്നെസ് ഒക്കെ എത്രയാണെന്ന് നോക്കും. അങ്ങനെ ധാരാളം ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഇത് ഇഡിയോപ്പതിക് ആണെന്ന് മനസ്സിലാക്കുകയും പ്ലസ് ആ കുട്ടിയുടെ ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന കുട്ടികളിലാണ് ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ എല്ലാ കുട്ടികളിലും ഈ ടെൻഷൻ എല്ലാ അച്ഛന്മാർക്കും ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളിലും കൊടുക്കാൻ പറ്റുന്ന ഒരു മരുന്ന് അങ്ങനെ സിമ്പിളായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നല്ല. ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ 6 വയസ്സിന് ശേഷം പ്രിക്കോഷ്യസ് പ്യൂബർട്ടിയിലേക്ക് കിടക്കുന്നു എന്ന് തോന്നുന്ന കുട്ടികളിൽ അവരിൽ വേറെ കാരണങ്ങളൊന്നുമില്ല എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, അതായത് അവർ ഇഡിയോപ്പതിക് പ്രിക്കോഷ്യസ് പ്യൂബർട്ടി ആണെന്ന് ഉറപ്പിച്ചതിന് ശേഷം, വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം അവരുടെ ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആണെന്ന് കണ്ടാൽ ആ കുട്ടികളിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം കുറേ അച്ഛന്മാർ വിചാരിച്ചത് ഇപ്പം എല്ലാ കുട്ടികൾക്കും കൊടുക്കാവുന്ന ഒരു പുതിയ മരുന്ന് വന്നു എന്നാണ്. അങ്ങനെയല്ല, ഇത് ഈ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ഒരു മരുന്നാണ്. സോ ദാറ്റ് അവരുടെ ഫൈനൽ ഹൈറ്റ് കോംപ്രമൈസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.